എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ അടിപൊളി ഒരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെറൈറ്റി ആയിട്ടൊരു വറുത്തരച്ച മീൻ കറി. ഈ തവണ പക്ഷേ നമ്മൾ തേങ്ങയല്ല വറുത്തരയ്ക്കുന്നത്, പകരം നമ്മുടെ കൊച്ചുള്ളിയും സവാളയാണ് വറുത്തരയ്ക്കുന്നത്. അത് വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വറുത്തരച്ച കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി ഉണ്ടാക്കാനെ കൊണ്ട് ഞാൻ 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. നല്ല ചതുരം കഷ്ണമാക്കി എടുത്തേക്കാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി വറുത്തരച്ച മീൻ കറി വെക്കാനെ കൊണ്ട് നമുക്ക് ആദ്യമേ ചട്ടി എടുത്തിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കുകയാണ്. ഇത്തിരി കൂടുതൽ എണ്ണ എടുത്തോണം, ബാലൻസ് വരുന്ന എണ്ണയ്ക്കകത്ത് നമുക്ക് മീൻ കറി വെക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ തിളച്ച് വരുന്നുണ്ട്. ആദ്യമേ നമുക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. സവാള ചെറിയതായിട്ട് അരിഞ്ഞത് വേണേ. ഞാനിപ്പോൾ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെറിയ കഷ്ണമായിട്ട് സവാള എടുക്കാവൂ, കട്ടിക്ക് അരിഞ്ഞെടുക്കരുത്. സവാള നമുക്കൊന്ന് വഴറ്റണം. അപ്പോൾ നമ്മൾ സവാള ഇട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയിട്ട് ഇനി നമുക്ക് നമ്മുടെ കൊച്ചുള്ളിയാണ്. ഞാൻ ഏകദേശം ഒരു 10 കൊച്ചുള്ളി എടുത്ത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കണം. ഇതിനകത്തോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലോണം പെട്ടെന്നൊന്ന് മൂത്ത് വരും, അതാണ് അതിൻ്റെ രസം. മാത്രമല്ല നമ്മുടെ ഈ അരപ്പിന് ഒരു ഉപ്പും കിട്ടും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയും സവാളയും ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ ആവരുത്. ഇത് കണ്ടോ, ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനിപ്പോൾ 2 തക്കാളി എടുത്ത് കട്ട് ചെയ്തതാണ്, വലിയ തക്കാളി ആയിരുന്നേ. എന്നിട്ട് മിക്സ് ചെയ്യുക. അത് കണ്ടോ, നമ്മുടെ സവാളയും തക്കാളിയും വഴണ്ട് വരുന്നുണ്ട്. കുറച്ച് ടൈമും കൂടി നമുക്ക് വഴറ്റിയെടുക്കണം. കളർ മൊത്തത്തിൽ അങ്ങോട്ട് മാറും. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും കൊച്ചുള്ളിയൊക്കെ നല്ലോണം ആ പേസ്റ്റ് ഉണക്കമായി വരുന്നുണ്ട്. ഇത് കണ്ടോ, അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് തണുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. നല്ല ഉണക്ക് മിക്സിയിൽ അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ കറിയുടെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. നമ്മൾ അതേ ചട്ടിക്കകത്ത് ആ വറുത്ത എണ്ണയ്ക്കകത്തോട്ട് കുറച്ച് എണ്ണയും കൂടി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടാവട്ടെ ഒന്ന്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വരുമ്പം നമുക്കൊരു 5 കഷ്ണം ഉലുവ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ കടുവും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുവൊക്കെ അടിപൊളിയായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യമേ നമുക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ഇഞ്ചി എടുത്ത് ചതച്ചത്, ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമുക്കാദ്യമേ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. ഫ്ലെയിം കുറച്ച് വേണം ചെയ്യാനെ കൊണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിക്കോണം, കരിയരുത്. കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ് ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മുടെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ചോണം, അല്ലെ കരിഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് അടുത്ത് നമ്മുടെ പുളിവെള്ളം ഒഴിക്കാൻ പോവാണ്. ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ എടുത്ത പുളിയാണ്, അത് നമ്മൾ പിഴിഞ്ഞെടുത്തേക്കാണ്. ഒരുപാട് പുളി ചേർക്കേണ്ട, കാരണം തക്കാളിപ്പഴത്തിൻ്റെ പുളിയുണ്ട്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം മതിയേ. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നല്ലോണം ഒന്ന് കുത്തി തിളയ്ക്കട്ടെ.
കറി വെട്ടി തിളച്ചു. നമ്മുടെ ചാറ് നല്ലോണം വെട്ടി തിളച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മളെ മീൻ കഷ്ണം കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കൈ ശ്രദ്ധിച്ചോണം, കയ്യിലൊന്നും തെറിച്ച് വീഴരുത്. അപ്പോൾ മീൻ ഇട്ടിട്ട് ഈ മീൻ കുത്തി ഉടയ്ക്കാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വിടണം. നമ്മൾ കുത്തി ഉടയ്ക്കരുത്, മീൻ ഉടയരുത്, കുത്തി പൊടിച്ച് കളയരുത്. ഇതൊരു 5 മിനിറ്റത്തേക്ക് ഈ ഗ്രേവിക്കകത്ത് കിടന്ന് വേവട്ടെ. അതിന് ശേഷം നമുക്ക് നമ്മുടെ അരപ്പ് കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ കറി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് വെന്ത് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കിയേക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മെയിൻ അരപ്പ് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അതായത് നമ്മൾ കുറച്ച് മുന്നേ എടുത്ത തക്കാളി, സവാള, ചെറിയുള്ളിയും കൂടി നമ്മൾ വഴറ്റിയെടുത്തിട്ട് അത് പേസ്റ്റാക്കിയതാണ്. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. അരപ്പൊഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ശ്രദ്ധിച്ചോണം, പെട്ടെന്ന് കയറി ഇത് കുറുകും. നല്ലോണമൊന്ന് നമ്മുടെ കഷ്ണങ്ങളൊന്നും കുത്തി ഉടയ്ക്കാതെ മിക്സ് ചെയ്യണം. കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അരപ്പൊഴിച്ച് നല്ലോണമൊക്കെ ഇളക്കിയിട്ട് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ആദ്യമേ എടുത്ത മസാലയ്ക്ക് മാത്രമേ ഉപ്പിട്ടുള്ളൂ. കറിക്കായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇത് അടുക്കി പിടിക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ കഷ്ണവും പൊടിഞ്ഞു പോകരുത്. ഇത് ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ള. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ അരപ്പൊക്കെ ഈ മീൻ കഷ്ണത്തിനകത്തോട്ട് പിടിക്കും. അടിപൊളി ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മുടെ മീൻ കറി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ് വെന്ത് വന്നിരിക്കുന്നത്. നല്ല വാസനയാണ്. അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല കുറുകിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിത് വാങ്ങണം. അതിന് മുമ്പ് നമുക്ക് ഗാർണിഷ് ചെയ്യാനെ കൊണ്ട് ഒരു കുറച്ച് കറിവേപ്പില ഇതിനകത്തോട്ട് തൂവി കൊടുക്കാം. പിന്നെ ഒരല്പം വെളിച്ചെണ്ണ, കുറച്ച് മതി, ഒരു നുള്ളു വെളിച്ചെണ്ണ മതി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കറി അടിപൊളിയായിട്ട് കുക്കായിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിത് വാങ്ങി സെർവ് ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മീൻകറി നമ്മളിത് അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല ഗ്രേവിയൊക്കെയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണ്ട, അടിപൊളിയാണ്. ഇതിൻ്റെ ഗ്രേവി കാണാനൊക്കെ ഉണ്ട്. കഷ്ണവും അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ ഗ്രേവിക്ക്. നമ്മൾ ചോറ് കഴിക്കുമ്പോഴേ അല്ലെങ്കിൽ പഴങ്കഞ്ഞിയൊക്കെ കഴിക്കുമ്പോൾ അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെയൊക്കെ കൂടെ യൂസ് ചെയ്യാം. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രേവിയാണ് ഹൈലൈറ്റ്. പിന്നെ നമ്മൾ പുളി ഇച്ചിരി അല്പം കുറച്ചാൽ കൊള്ളായിരിക്കും തോന്നുന്നു. തക്കാളിക്ക് ഓരോ ടൈപ്പിലുള്ള പുളി ആയതുകൊണ്ട് പുളി കുറച്ച് കുറയ്ക്കണം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടിപൊളി ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നുണ്ടെങ്കിൽ ബൈ ബൈ.